Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് നമ്മൾ കാണുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു തുടക്കം മാർക്കറ്റിന് ഇന്ന് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50 നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് ഇന്നത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഏകദേശം 0.5% ഒരു നേട്ടമാണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയും മറ്റ് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളും സെക്ടർ വൈസ് ഇൻഡെക്സുകളൊക്കെ നോക്കുമ്പോൾ എസ്പെഷ്യലി ഫാർമയൊക്കെ നോക്കുമ്പോൾ ഇന്നൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നലത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു വലിയ രീതിയിലൊരു മൂവ്മെൻ്റ് ഒക്കെ ഇല്ലാതെ തന്നെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തതായിട്ട് നമ്മൾ കണ്ടത്. മാത്രമല്ല ഇന്നലെ FIയുടെ ഭാഗത്തുനിന്നും DIയുടെ ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ നെറ്റ് ബൈയിങ് ആണ് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു നെറ്റ് ബൈയിങ് നോക്കുമ്പോൾ FI 595 കോടിയുടെ നെറ്റ് ബൈയിങ് നടത്തി, DIകൾ 2700 കോടിയുടെ ഒരു നെറ്റ് ബൈയിങ്ങുമാണ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ IPO മാർക്കറ്റിലോട്ട് വരുമ്പോൾ ICICI പ്രൊഡൻഷ്യൽ AMCയുടെ ഒരു ലിസ്റ്റിംഗ് ഇന്നാണ് IPO ഓപ്പൺ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സാർ, നമുക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് US മാർക്കറ്റിൽ ഇന്നലെ നോക്കുമ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നേട്ടം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മാത്രമല്ല ഇൻഫ്ലേഷൻ ഡാറ്റകൾ വന്നു, കോർ CPI അത്തരത്തിലുള്ള ഡാറ്റകൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ബോറിംഗ് മാർക്കറ്റിന് ശേഷം ഇന്നൊരു നേട്ടവും തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനായിട്ട് സാറിന് പറയാനുള്ളത്? വിഷ്ണു, ആദ്യം തന്നെ താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ അല്ലേ. അതായത് ഇന്നത്തെ ഈ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമെന്നുള്ളത്. വിഷ്ണു, ആക്ച്വലി ഞാൻ ഈ സ്റ്റുഡിയോ കയറുന്നതിന് മുമ്പ് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ നേരത്തെ നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ കൊളീഗ്സ് ഉണ്ടല്ലോ, കേദാർ പ്രഭു, നിഖിൽ, അനില, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് സൂപ്പർ ഡ്രൈ ടീഷർട്ടാണോ എന്നാണ്. ഈ സൂപ്പർ ഡ്രൈ പോളോ ടീഷർട്ട് എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ് സൂപ്പർ ഡ്രൈ എന്ന്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അമേരിക്കൻ സ്റ്റൈലിലാണ് അവർ ഡെവലപ്പ് ചെയ്യണമെങ്കിലും വിൻറ്റേജ് അമേരിക്കൻ സ്റ്റൈലിംഗ് ആണെങ്കിൽ പോലും അതിനകത്ത് ജാപ്പനീസ് ലെറ്ററിംഗ് ആണ് അവർ യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സൂപ്പർ ഡ്രൈയുടെ പ്രത്യേകത ഏതാ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും അത് ജാപ്പനീസ് ബ്രാൻഡാണെന്ന്, എന്നാൽ അത് ബ്രിട്ടീഷ് ബ്രാൻഡാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള രസം എന്ന് പറയുന്നത്. എന്നാൽ അവർ യൂസ് ചെയ്യുന്നത് ജാപ്പനീസ് ലെറ്റേഴ്സ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇന്നത്തെ ദിവസം ഇതിടാൻ കാരണം എന്തെന്നാണ് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മുടെ കൊളീഗ്സ് ചോദിച്ചത്. അത് യാദൃശ്ചികം മാത്രമാണ്. ഒരു കാര്യം പറയട്ടെ, ബാങ്ക് ഓഫ് ജപ്പാൻ അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് രണ്ടും തമ്മിലുള്ളൊരു ബന്ധമുള്ള ദിവസമാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് ചെയ്തു. അതായത് അവിടെ ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ചെയ്യുന്നു. അതുകൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് ചെയ്തു എന്നുള്ള ന്യൂസ് ഒരു വശത്ത്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മൾ ഈ ഫ്ലോറിന് കയറുന്നതിന് മുമ്പേ ബാങ്ക് ഓഫ് ജപ്പാൻ 25 ബേസിസ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൺവൈൻഡിങ് ഓഫ് എൻകാരി ട്രേഡ് ആണ് അല്ലേ. അൺവൈൻഡിങ് ഓഫ് എൻകാരി ട്രേഡ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ എൻകാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാനിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഓൾറെഡി പ്രൈസ് ഇൻ ചെയ്തേക്കാം മാർക്കറ്റ്. അതായിരിക്കണം ഒരു പക്ഷേ ഡിസംബറിൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് നടന്നു. നല്ല രീതിയിൽ പൈസ പുറത്തേക്കും പോയി. നമ്മുടെ റുപ്പി ആണെങ്കിൽ ഏതാണ്ട് എഗെയിൻസ്റ്റ് $91 എന്ന് പറയുന്ന ലെവലിലേക്കും വന്നു. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്തു ഇൻ കേസ് ഇനി ബാങ്ക് ഓഫ് ജപ്പാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മോസ്റ്റ് ഓഫ് തിങ്സ് മൈറ്റ് ഹാവ് പ്ലേഡ് ഔട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റ് എത്രയാണ് 145 പോയിൻറ്റ്സ് അപ്പാണ് നിഫ്റ്റി കാണിക്കുന്നത് എന്നുള്ളത്. ആൻഡ് വാട്ട് ഹാപ്പൻ ജസ്റ്റ് ബിഫോർ ഓപ്പണിംഗ് അപ്പ് ഓഫ് ദ മാർക്കറ്റ്? എന്താ സംഭവിച്ചത്? ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡിസസ് ഏതാണ്ട് 30-year ഹൈ ആയിരിക്കുന്നു. അതായത് 25 ബേസിസ് പോയിൻറ്റ്സ് കൂട്ടി 0.75% ആക്കിയിരിക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതാണ് അതിനകത്ത്. കാരണം എന്താ? നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ തന്നെ അവിടെ ഏതാണ്ട് ഇൻഫ്ലേഷൻ ഏതാണ്ട് നവംബറിൽ 2.9% ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ടാർഗറ്റ് എത്രയാണ്? 2% ആണ്. ഈ 2.9% എന്ന് പറഞ്ഞാൽ ആ ഇൻഫ്ലേഷൻ ഫിഗർ എന്ന് പറഞ്ഞാൽ 44 സ്ട്രെയിറ്റ് മന്ത്സിൽ വന്ന ഒരു ഫിഗറാണ് 2% മുകളിൽ എന്നുള്ളത്. 2.9%-ഉം 2% മുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഉയർന്നിരുന്നു ഈ റേറ്റ് കട്ട് നടക്കുന്നതിന് മുമ്പേ തന്നെ. അപ്പോൾ റേറ്റ് കട്ട് എന്തായാലും ഓബ്വിയസ് ആയിരുന്നു, ഗ്രാൻഡഡ് ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് തന്നെ ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കോർ ഇൻഫ്ലേഷൻ, ജപ്പാൻ്റെ ഇൻഫ്ലേഷൻ 2.9% ആണെന്ന് പറഞ്ഞല്ലോ. ആ ഇൻഫ്ലേഷനിൽ നിന്നും
കോർ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇൻഫ്ലേഷൻ ഫിഗേഴ്സിൽ നിന്നും നമ്മൾ എനർജിയുടെയും ഫുഡിൻ്റെയും ആ ഒരു കമ്പോണൻ്റ് എടുത്ത് മാറ്റും. കാര്യം എനർജിയും ഫുഡും എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈലായിട്ടുള്ള കാര്യമാണ്, ഭയങ്കര സീസണലാണ്, ഒരുപാട് ഗ്ലോബൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഇൻഫ്ലേഷൻ വേറെ കോർ ഇൻഫ്ലേഷൻ വേറെ. അപ്പോൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഫുഡ് പ്രൈസസും എനർജി പ്രൈസസും എടുത്തു മാറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ 2.9 അല്ല കാണിക്കുന്നത്, കോർ ഇൻഫ്ലേഷൻ കാണിക്കുന്നത് 3% ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് 2 ദിവസത്തെ മീറ്റിംഗ് ബാങ്ക് ഓഫ് ജപ്പാനിൻ്റെ കഴിഞ്ഞിട്ടാണ് വന്നതെന്നറിയാം. ഇത് ഹയസ്റ്റ് ലെവൽ സിൻസ് 1995, അതായത് 30 കൊല്ലത്തെ ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ക്യാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് പേടിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഡിസംബർ തുടക്കങ്ങളിൽ, നമ്മളിപ്പോൾ ആസ് വി സിറ്റ് ഓൺ ഡിസംബർ 19th, എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൊണ്ട് ഈ ഒരു പോസിബിലിറ്റി ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് നടന്ന് പൈസ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് വന്നപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ഓക്കെ ആയി എന്നുള്ള ഇതാണ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഇതിനകത്തു നിന്നാണ് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ പറയില്ലേ, ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ തന്നെ മാർക്കറ്റ് അഡ്വാൻസ് ആയിട്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്യും. എന്നിട്ട് എക്സാക്ട് ന്യൂസ് വരുമ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പോലത്തെ രീതിയിലാണ് മാർക്കറ്റ് പെരുമാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിനകത്തുള്ള രസം. കാര്യം ഇതിനകത്ത് ഇപ്പോൾ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ആലോചിക്കും എന്തിനാണ് ബാങ്ക് ഓഫ് ജപ്പാൻ ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള കാരണങ്ങൾ. ഇൻഫ്ലേഷനാണ് അതിൻ്റെ കാരണം. അതിന് ഇൻഫ്ലേഷൻ കാരണത്തിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ജാപ്പനീസ് കറൻസി ആയിട്ടുള്ള യെൻ ഉണ്ടല്ലോ, ഈ യെൻ US ഡോളേഴ്സിന് അഗെയിൻസ്റ്റ് ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി, ജപ്പാൻ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എസെൻഷ്യൽ ഐറ്റംസ്, ഫുഡ് പോലത്തെയോ ഫ്യൂവൽ പോലത്തെ എസെൻഷ്യൽ ഐറ്റംസ് കോസ്റ്റ്ലി ആയി ഇമ്പോർട്ട്. കാര്യം എന്താ, ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് യെൻ ഭയങ്കരമായിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്തു. അതായത് അവരുടെ ജാപ്പനീസ് കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് US ഡോളേഴ്സ് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഇവർ ഫുഡും ഫ്യൂവലും അതേപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടി കൺസ്യൂമറിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പ്രൈസസ് ഹൈ ആയിട്ട് നിന്നു എന്നുള്ളത് ഒരു വശത്ത്. രണ്ടാമത്തെ വശത്ത് എന്താണെന്ന് വെച്ചാൽ ജപ്പാനിൽ വേജസും സാലറീസും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും കൂടെ ചെയ്തു. ഈ 2 എഫക്റ്റും കൂടെ വന്നപ്പോൾ ഇൻഫ്ലേഷൻ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായി മാറി എന്നുള്ള. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഇൻഫ്ലേഷൻ മാത്രമല്ല പ്രശ്നം, അതിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ നേരത്ത് നമ്മൾ പറഞ്ഞത് ജപ്പാനിൽ നിന്ന് പൈസ എടുത്ത് പല ഗ്ലോബൽ അസറ്റുകളായ ഈക്വിറ്റീസിലും ബോണ്ട്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഇനി മറ്റുള്ള രാജ്യങ്ങളിൽ വയ്ക്കുമ്പോൾ ആ ഡിഫറൻഷ്യലിൽ വലിയ കാര്യമില്ല. കാര്യം മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്നാമത് ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ ഇന്ത്യയിലെ കറൻസിയും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതുമാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റും കുറഞ്ഞു വരുന്നു. എന്നാൽ ജാപ്പനീസിൽ ഈൽഡ് ഉയരുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജാപ്പനീസ് മണി എന്തിനാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്? അതിൽ വലിയ ബെനിഫിറ്റ് ഇല്ല, അതുകൊണ്ട് തിരിച്ചെടുത്തേക്കാം എന്നുള്ള രീതിയിൽ. അതായിരുന്നു നമ്മൾ ക്യാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ പൈസ തിരിച്ച് ജപ്പാനിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഡിപ്രിഷിയേറ്റ് ചെയ്തിരിക്കുന്ന യെൻ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ജപ്പാൻ ഈ ഒരു കാലിബ്രേഷൻ ചെയ്തതെന്നുള്ള. അപ്പോൾ അതാണ് ജാപ്പനീസ് ബാങ്ക് ഓഫ് ജപ്പാനിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു വശത്ത് നമ്മൾ പറഞ്ഞു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഏതാണ്ട് 25 ബേസിസ് പോയിൻറ്റ്സ് ആണ് കട്ട് ചെയ്തതെന്ന് അറിയാമല്ലോ. അതായത് 4% നിന്ന് 3.75% ആയി എന്നുള്ളതാണ് ബിക്കോസ് ഓഫ് ഫാളിങ് ഇൻഫ്ലേഷൻ. അപ്പം ജപ്പാനും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും അല്ലെങ്കിൽ ബ്രിട്ടനും ലണ്ടനും അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ US വരുമ്പോൾ യുഎസിലാണെങ്കിൽ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അവരെ CPI റിലീസ് ചെയ്തു, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ ഇന്നലെ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. ആ ഫിഗർ വന്നത് 2.7% ആണ്. അതായത് CPI ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2.7% ആണ്. മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ 3% ആയിരുന്നു എന്നുള്ള, 3.1% ആയിരുന്നു എന്നുള്ള. 3.1% എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് 2.7% എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ആഘോഷമായിട്ട് US മാർക്കറ്റും എടുത്തു എന്നുള്ളത്. കാരണം എന്താ, ഇനിയും ഫർദർ അതായത് ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇനി ഗ്രോത്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഇനി ഫെഡ് അടുത്ത മീറ്റിങ്ങിലും റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുമാത്രമല്ല ഇനി മെയ് കൂടി കഴിയുമ്പോഴത്തേക്കും ട്രംപിൻ്റെ നോമിനിയാണ് വരാൻ പോണത്. അപ്പോൾ ഒരു അഗ്രസീവ് റേറ്റ് കട്ട്
US-ലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. 2026 തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു റേറ്റ് കട്ടുള്ള ഒരു സാധ്യതകൾ കൂടിയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ചാൻസ് ഉണ്ടല്ലോ. കാര്യം ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുമാനത്തിൽ എത്താൻ മാത്രമേ നോക്കാം. അതായത് കൂളർ ഇൻഫ്ലേഷൻ, ഹോട്ട് ഇൻഫ്ലേഷൻ അല്ല, കൂളർ ഇൻഫ്ലേഷൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവിടുത്തെ തന്നെ ഈ CPI-യിൽ നമ്മൾ ഇനി ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് നമുക്ക് കിട്ടി 2.7. ഇനി അതിൽ നിന്ന് നമ്മൾ കോർ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. കോർ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ജാപ്പനീസ് ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് പറഞ്ഞ പോലെ കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിനകത്തുനിന്ന് ഫുഡിൻ്റെ പ്രൈസസും എനർജി പ്രൈസസും മാറ്റിവെക്കും. കാര്യം അത് സീസണലാണ്, വോളറ്റൈലാണ്. അതുകൊണ്ട് അത് മാറ്റിവെച്ച് നമ്മളൊന്ന് റീഡ് ചെയ്യാൻ നേരത്ത് അത് 2.6% ആണ് കോർ ഇൻഫ്ലേഷൻ കാണിക്കുന്നത് എന്നുള്ള. അവിടെ എക്സ്പെക്റ്റേഷൻ 3% ആയിരുന്നു എന്നുള്ള. അപ്പോൾ അവിടെയും ഗണ്യമായ ഒരു കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഇതിനകത്തൊരു ചെറിയൊരു ഒരു കരട് വന്നേക്കണമെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് വന്നേക്കണമെന്ന് വെച്ചാൽ ഈ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് ഒന്നും കറക്റ്റായിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്തേക്കണേ എന്നുള്ള ഒരു ഒരു കൺസേൺ അവിടെ റേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുറച്ച് നാളായിട്ട് അവിടെ ഷട്ട് ഡൗൺ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഫെഡിൻ്റെ പല ആൾക്കാരും അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പല ആൾക്കാരും വർക്ക് ചെയ്തിരുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡേറ്റ എടുത്തതും കമ്പൈൽ ചെയ്തതും കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതിനൊരു റിവൈസ്ഡ് ആയിട്ടുള്ളൊരു ഫിഗേഴ്സ് വരുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്കൊന്ന് നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. ഈ CPI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. കാര്യം CPI ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫെഡ് അവരുടെ FOMC മീറ്റിങ്ങിൽ കൂടുതലും നോക്കുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതായത് അത് മന്ത്ലി വരുന്നൊരു ഫിഗറാണ്. അത് കുറച്ച് പ്രൈസ് മൂവ്മെൻറ്റ്സിനെയാണ് ട്രാക്ക് ചെയ്യണത്. എന്തിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ് ട്രാക്ക് ചെയ്യണത്? ഏതാണ്ട് ബാസ്ക്കറ്റ് ഓഫ് 80,000 ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒരു മന്തിലുള്ള ഒരു പ്രൈസ് ചേഞ്ചാണ് അത് എന്താണ്ട് ഈ പറയുന്ന പോലെ ഒന്ന് ട്രാക്ക് ചെയ്യണം. ഈ 80,000 ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു മന്തിൽ അമേരിക്കൻ ഹൗസ് ഹോൾഡ്സ് കോമൺലി കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഈ 80,000 എന്ന് പറയുന്നത്. അതിൻ്റെ മന്ത്ലി പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ് ഈ CPI ഡേറ്റ ഒന്ന് ട്രാക്ക് ചെയ്യണേ എന്ന് പറയുന്നത്. കാര്യം ഈ CPI ആണ് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയിലെ ആനുവൽ കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയെന്ന് കണക്കൂട്ടുന്നത്. കാര്യം കോസ്റ്റ് ഓഫ് ലിവിങ് ഏതാണ്ട് 7 മില്യൺ, അതായത് എനിക്കൊന്ന് 7 അല്ല, എനിക്കൊന്ന് 70 മില്യൺ ആൾക്കാരുടെ ഈ ഇതുണ്ടല്ലോ US സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. അതായത് ഹെൽത്ത് കെയറിൻ്റെ കാര്യങ്ങളും പല റെസിപ്പീൻസ് ഉണ്ട്. അതായത് 70 മില്യൺ ആൾക്കാർ ഈ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ബെനിഫിഷ്യറിയാണ്. ആ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ ഈ ബെനിഫിഷ്യറിയുടെ കാര്യങ്ങളെ ഒന്ന് അഫക്റ്റ് ചെയ്യാം. കാര്യം അതിനെ ബേസ് ചെയ്തിട്ട് ഈ കോസ്റ്റ് ഓഫ് ലിവിങ് വെച്ചിട്ടാണ് എത്രത്തോളം സോഷ്യൽ സെക്യൂരിറ്റിയൊക്കെ ഈ 70 മില്യൺ ആൾക്കാർക്ക് കൊടുക്കേണ്ടതെന്ന് അമേരിക്ക തീരുമാനിക്കുന്നത്. അപ്പോൾ CPI ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഫോർ ദ അമേരിക്കൻ ഗവൺമെൻറ് ഫോർ ഇറ്റ്സ് ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആൾക്കാരിലേക്ക് എത്തിക്കാനും രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കാനും CPI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് എന്നുള്ളതാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഈ പറഞ്ഞ പോലെ ഈ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് വന്നത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാരണത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നലെ US മാർക്കറ്റ്സ് ഒക്കെ ബ്ലാങ്കറ്റായിട്ട് ഗ്രീൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആൻഡ് AI ട്രേഡ് ബാക്ക് തിരിച്ച് US വന്നിരിക്കുന്നു എന്നുള്ള. ഇപ്പോൾ S&P 500 നമ്മൾ നോക്കുകയാണെങ്കിൽ 0.79% അപ്പായിരുന്നു. നാസ്ഡാക്ക് 1.38% അപ്പായിരുന്നു. ഡൗ ജോൺസ് 0.14% അപ്പായിരുന്നു എന്നുള്ള. ഇപ്പം നമ്മൾ ഇന്നലെ US മാർക്കറ്റിൽ വാൾ സ്ട്രീറ്റിൽ പൊതുവേ ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ മൈക്രോൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി ഏതാണ്ട് 10% ഇന്നലെ അപ്പായിരുന്നു എന്നുള്ള. ഈ മൈക്രോൺ ടെക്നോളജീസിൻ്റെ CEO എന്ന് പറയുന്നത് ഒരു ഇന്ത്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് മെഹ്റോത്ര എന്നാണ്. മെഹ്റോത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇന്നലെ ഒരു വലിയൊരു ഗൈഡൻസ് കൊടുത്തു. അതായത് ഈ വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മെമ്മറി ആൻഡ് സ്റ്റോറേജ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ മൈക്രോൺ ടെക്നോളജീസ് എന്ന്. അപ്പോൾ മൈക്രോൺ ടെക്നോളജീസിൽ ഇന്നലെ CEO ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മെമ്മറിയുടെയും സ്റ്റോറേജ് സൊല്യൂഷൻ്റെയും ഡിമാൻഡ് 2026-ലും 27-ലും 28-ലും ഒക്കെ വളരെ ഹൈ ആയിരിക്കും എന്നുള്ളൊരു ഗൈഡൻസ് കൊടുത്തത് കാരണം തന്നെ മൈക്രോൺ ടെക്നോളജീസ് ഇന്നലെ 10% US മാർക്കറ്റിൽ അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റിൽ അപ്പായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാനൊന്ന് ഗെയിനേഴ്സ് നോക്കിയപ്പോൾ ടെസ്ല ഏതാണ്ട് 3.4% അപ്പാണ്, ആമസോൺ 2.48% അപ്പാണ്, NVIDIA 1.9% അപ്പാണ്, മൈക്രോസോഫ്റ്റും 1.59% അപ്പാണ് എന്നുള്ളത്. ലൂസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. കൂടുതലും കൺസ്യൂമർ ഗുഡ്സും സിഗരറ്റ് കമ്പനീസും ഒക്കെയാണ് ഇന്നലെ US മാർക്കറ്റിൽ ഒന്ന് ഡൗൺ ആയത്. കോൺകോ ഫിലിപ്സ് എന്ന് പറയുന്നത് 2.93% ഡൗൺ ആണ്. കോൾഗേറ്റ് പാമോലിവ് 2.48% ഡൗൺ ആണ്. പ്രോക്ടർ ആൻഡ് ഗാബിൾ -1.59% ഡൗൺ ആണ്. ജോൺസൺ ആൻഡ് ജോൺസൺ ഏതാണ്ട് 1% ഡൗൺ ആണ്. നെറ്റ്ഫ്ലിക്സും 0.88% ഡൗൺ ആയിരുന്നു എന്നുള്ള. പക്ഷേ ഈ ലൂസേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നൈക്കിയുടെ സ്റ്റോക്ക് ഏതാണ്ട് 10% ഡൗൺ ആയിരുന്നു എന്നുള്ള. കാര്യം നൈക്കി ഇന്നലെ ഏർണിങ്സ് കൊണ്ടുവന്നു.
ഏണിങ്സ് റവന്യൂവിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ആ ഏണിങ്സ് കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ഒരു മൈക്രോ അനാലിസിസ് നടത്താൻ നേരത്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ അവരുടെ ചൈന സെയിൽസ് ഭയങ്കരമായിട്ട് പ്ലഞ്ച് ചെയ്തു എന്നുള്ള. ഇപ്പോൾ ചൈന സെയിൽസിനെ കോമ്പൻസേറ്റ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും US-ൽ നിന്നുള്ള സെയിൽസൊക്കെ വന്നെങ്കിലും ചൈന ഇവരുടെ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ചൈനയുടെ ആ സെയിൽസ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. ടാരിഫായിരുന്നു ഒരു റീസൺ. അത് മാത്രമല്ല മാർജിനിൽ ഒരു ചെറിയൊരു പ്രഷർ സംഭവിച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഇന്നലെ അത് ഡൈജസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഇതിനെ 10% ഡീറേറ്റ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. ഇനി അങ്ങോട്ട് അതായത് ടാരിഫിൻ്റെ നിലനിൽക്കലും ഈ അൺസർട്ടനിറ്റിയൊക്കെ നിൽക്കുകയല്ലേ. അതായത് US ഈ വെനിസുവേലയെ കയറി പിടിച്ചില്ലേ, ഈ വെനിസുവേലയെ കയറി പിടിച്ചതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനയായിട്ട് ഒരു മോശം റിലേഷൻഷിപ്പ്. കാര്യം വെനിസുവേലൻ ഓയിലിൻ്റെ വലിയൊരു കൺസ്യൂമർ എന്ന് പറയുന്നത് ചൈനയാണെന്നുള്ള. അപ്പോൾ വെനിസുവേലയെ പോക്കി ചെയ്താൽ അതിൻ്റെ അർത്ഥം ചൈനയ്ക്കിട്ട് ചെറുതായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തട്ടുക എന്നുള്ള. അപ്പോൾ ചൈനയായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നന്നായിട്ട് US നിൽക്കുന്നില്ല എന്നുള്ളൊരു മാർക്കറ്റ് എക്സ്പെക്ടേഷൻ. മോശമായുള്ള ഒരു സാധ്യത കൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തു ഇന്നലെ അത് ഡിസ്കൗണ്ട് ചെയ്തു. അതായത് ഫ്യൂച്ചറിലും ചൈനയായിട്ടുള്ള ബിസിനസ്സിൽ വലിയൊരു ഇടിവ് വരും എന്നുള്ള ചാൻസ്. പക്ഷേ മാനേജ്മെൻറ്റ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാനായിട്ട്, അതായത് നൈക്കിക്ക് കുറച്ച് നാളായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ വൈ നൈക്കി ബിസിനസ് ഇസ് ഡൗൺ എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് കാണാമായിരുന്നു. നൈക്കി എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് കമ്പനിയാണെന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ ആ നൈക്കിയുടെ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള. നമ്മളിനി അടുത്ത ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ട്രഷറി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഒക്കെ വന്നതോടുകൂടി ബോണ്ട് ഈൽഡ് ചെറുതായിട്ടൊന്ന് ലോവറാണ്. കാര്യം US ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 4.11% ആയി നിൽക്കുന്നു. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 98.44 ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഈ ഗ്ലോബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നുള്ള ക്യൂസ് ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മോശമായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ള. പിന്നെ ക്രൂഡ് ഓയിൽ മാർക്കറ്റാണ്. അത് ക്രൂഡ് ഓയിൽ മാർക്കറ്റ് വെച്ചാൽ 2 ദിവസം ഈ $59 പെർ ബാരലിന് താഴെ പോയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി രാജ്യമായിരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ തന്നെ സ്റ്റേ ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഗുണമുള്ളൂ, ഒരാഴ്ചയൊന്നും നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എന്തായിരുന്നു ഹാപ്പി ന്യൂസായിട്ട് പറഞ്ഞത്, ഇപ്പോൾ അത് ചെറുതായിട്ട് നെഗറ്റീവായി തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ ഏതാണ്ട് വില $60 പെർ ബാരൽ ഒന്ന് കടന്നിരിക്കുന്നു. അതായത് ഒരു പുൾ ബാക്ക് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. വേറെ ഒന്നുമല്ല റീസൺ, വീണ്ടും വെനിസുവേലയും US-ഉം തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് അവിടെ വന്നേക്കണമെന്നുള്ള. അതായത് അമേരിക്ക ഇപ്പോൾ വെനിസുവേലയ്ക്ക് മേൽ ഒരു ബ്ലോക്കേഡ് വെച്ചിരിക്കുകയാണ്. അതായത് സാങ്ഷൻഡ് ആയിട്ടുള്ള ഷിപ്സ് വെനിസുവേലയിലേക്ക് പോയി തിരിച്ച് പുറത്തോട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്ലോക്കേഡ് വെച്ചത് കാരണമാണ് ഈ പറയുന്ന പോലെ ഓയിൽ മാർക്കറ്റിന് ഒരു പ്രഷർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാര്യം നമ്മൾ 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ വരുന്നു എന്ന് അറിയണമെങ്കിൽ വെനിസുവേലയിൽ നിന്ന് എത്രത്തോളം എക്സ്പോർട്ട് ചെയ്യണു എന്നുള്ളൊരു ഫിഗർ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞു. കാര്യം ഓൾറെഡി അവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ വെനിസുവേലൻ ഓയിലിന് സാങ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സാക്ട്ലി അവരുടെ കറക്റ്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ചൊന്നും അല്ല അവിടെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഫിഗർ നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ ഓയിൽ മാർക്കറ്റിലേക്ക് എന്താ സംഭവിക്കണമെന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ 2 ദിവസം മുമ്പേ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ വെനിസുവേല എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, അതായത് വൺ ഓഫ് ദ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് പ്രൂവൺ ഓയിൽ റിസർവ്സ് ഉള്ള കൺട്രിയാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല, വൺ ഓഫ് ദ പ്രൂവൺ. ഞാനിപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 300 ബില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിലിൻ്റെ ഓയിൽ റിസർവ്സ് ഉണ്ട്. 300 ബില്യൺ ബാരൽസ്, അതായത് ഗ്ലോബൽ റിസർവിൻ്റെ 17 തൊട്ട് 18%. ഞാൻ റിസർവിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്, സപ്ലൈയുടെ കാര്യത്തിലല്ല. റിസർവിൻ്റെ കാര്യത്തിൽ ഗ്ലോബൽ റിസർവ്സിൻ്റെ 17 to 18% വെനിസുവേലയാണ്. 300 ബില്യൺ ഏതാ വലിയൊരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്പാരിസൺ എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇവർ കോൺസ്റ്റൻ്റ്ലി വെനിസുവേല ഔട്ട് റാങ്ക് ചെയ്യുന്ന ആരെയെന്നറിയോ? സൗദി അറേബ്യ. ഇപ്പോൾ സൗദി അറേബ്യയുടെ ഏതാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 267 ബില്യൺ ബാരൽസ് ആണ് എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് 209 ബില്യൺ ബാരൽസ് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു റിസർവ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയോ നമ്മൾ നോക്കുകയാണെന്ന നേരത്ത് വെനിസുവേലയ്ക്ക് 300 ബില്യൺ ബാരൽസ് ഉണ്ട്. അപ്പോൾ ഔട്ട് റാങ്ക് ചെയ്യാറുണ്ട് ഈ കൺട്രി എന്നുള്ളത്. ബട്ട് വെനിസുവേലയുടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും റിസർവ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ ഒരു പ്രൊഡക്ഷൻ മിസ്മാച്ച്, പ്രൊഡക്ഷൻ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുള്ള കൺട്രിയാണ് വെനിസുവേല എന്ന്. അതിൻ്റെ ഒരു കാരണം തന്നെ വലിയ മിസ്മാനേജ്മെൻ്റ് ആണ്, പൊളിറ്റിക്കലി മിസ്മാനേജ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. രണ്ടാമത് ഇവരുടെ ഈ ഓയിൽ റിഫൈനറീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇവരുടെ അസറ്റ്സ്, ഓയിൽ അസറ്റ്സ് ഒക്കെ വളരെ പ്രിമിറ്റീവാണ്. പഴയ സാധനങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത്, ഏജിങ് ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ യൂസ് ചെയ്യണമെന്നുള്ള. പിന്നെ ഇൻ്റർനാഷണൽ സാങ്ഷൻസും കൂടെ ആയപ്പോൾ ഈ റിസർവ് ഉണ്ട് എന്നല്ലാതെ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ കുറവാണ് എന്നുള്ള. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെനിസുവേലയിലെ എത്രയാണോ കയറ്റി വിടുന്നതെന്ന് വിചാരിക്കുക, അത്രയും തന്നെ അതിൻ്റെ 80% കൺസ്യൂം ചെയ്യുന്നത് ചൈനയാണെന്നുള്ള.
ചൈന എന്ന് പറയുന്നത് ഈ വെനിസ്വേലയുടെ ലൈഫ് ലൈനാണ് അല്ലെങ്കിൽ ബ്ലഡ് ലൈനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ബട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചൈനയിലേക്ക് പോകുമ്പോഴും അതായത് ഇവരാകെപ്പാടെ 8 lakh, അതായത് ഞാൻ പറഞ്ഞല്ലോ 300 ബില്യൺ ബാരൽസിൻ്റെ റിസർവ്സ് ഉണ്ട്. ഗ്ലോബൽ റിസർവിൻ്റെ 17 തൊട്ട് 18% വെനിസ്വേല ആണെന്നെങ്കിൽ പോലും അവർ ഒരു ദിവസം 8 lakh ബാരൽസ് മാത്രമേ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ 8 lakh ബാരൽസിൻ്റെ 80% ചൈനയിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇവർ സാങ്ഷൻ കാരണം ചൈനയിലേക്ക് എത്തുന്ന രീതി, അതായത് ഇത് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യത്തിൽ ഈ ഓയിൽ മാർക്കറ്റിലൊക്കെ നമ്മൾ കയറി ട്രേഡ് ചെയ്യുന്നില്ലേ, അതായത് നമ്മൾ ഓയിൽ ഫ്യൂച്ചേഴ്സ് മേടിക്കുന്നു. ഈ ഓയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കമോഡിറ്റി ആണെന്ന് പറയാൻ കാര്യം അറിയോ, നമ്മൾ ഈ ഫോർമലായിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഓയിലിനുള്ള. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വെനിസ്വേലൻ ഓയിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്നു, എന്നിട്ടും ഈ ഓയിലിൻ്റെ 80% ചൈനയാണ് മേടിക്കുന്നത്. എങ്ങനെയാണ് ഈ ട്രേഡ് ലോകത്ത് നടക്കുന്നത്? ഈ ട്രേഡ് ഒരിക്കലും ഒഫീഷ്യൽ ഫിഗേഴ്സിൽ വരാറില്ല. അതായത് അണ്ടർ ദ ബുക്ക് ആണ് ഈ നടക്കുന്ന എല്ലാ കച്ചവടങ്ങളും. നമ്മൾ അതിനെ പറയുന്ന കാര്യം എന്ന് പറയുമോ, ഒപ്പേക്ക് വെബ് എന്നാണ് പറയുന്നത്. ഒപ്പേക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതായത് ഇല്ലിസിറ്റ് ട്രേഡ് നടത്താനുള്ള, അതായത് ഈ സാങ്ഷൻഡ് ഓയിൽ ക്യാരി ചെയ്ത് നടക്കാനുള്ള. അപ്പോൾ അതിനകത്തുള്ള ഇൻഷുറൻസ് എത്രയാണ്, കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണ്, ഓയിലിൻ്റെ പ്രൈസ് എന്താണെന്നൊന്നും അറിയത്തേയില്ല. ഒപ്പേക്ക് വെബ്, അതായത് നമ്മൾ പറയില്ലേ ബ്ലാക്ക് മാർക്കറ്റ്. ഈ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ ഷിപ്പിങ്ങിൽ നമ്മൾ മീഡിയക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഒപ്പേക്ക് വെബ് എന്ന് പറയുന്നത്. അതിനകത്താണ് ഈ കച്ചവടം നടക്കണതെന്നുള്ള. അതുമാത്രമല്ല, എന്തുപയോഗിച്ചാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണത്? സോംബി ഷിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡീകമ്മീഷൻ ചെയ്ത് സ്ക്രാപ്പ് ചെയ്ത ഷിപ്പിൻ്റെയൊക്കെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ആ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ആ വെസലിൻ്റെ പേര്, IMO നമ്പർ, ഇതൊക്കെ എടുത്ത് ഈ കള്ള ഷിപ്പിനൊക്കെ ഉണ്ടാക്കി, നമ്മളെ വണ്ടി ഈ കള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കി എന്ന് പറയില്ലേ, അതേപോലെ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ്, അങ്ങനെയുള്ള വെസൽസിനെയാണ് നമ്മൾ സോംബി ഷിപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ഓൾറെഡി ഓപ്പണിംഗ് അവേഴ്സിൽ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യം പറയുന്നത് ഈ കാരണം കൊണ്ട് ഇപ്പം നമ്മുടെ ഒക്കെ ആരെങ്കിലും ചോദിക്കുകയാണ് ഓയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ നല്ലതാണോ എന്നൊക്കെ പറയുന്നത്, നമ്മൾ അതിനെ ഡിസ്കറേജ് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഫോർമലായിട്ടുള്ള കാര്യങ്ങളിലല്ല ഓയിൽ ട്രേഡ് നടക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇന്റർമീഡിയറീസ്, നമ്മൾ രാജ്യം ടു രാജ്യം, ഇപ്പം നമ്മൾ തന്നെ ഉണ്ടല്ലോ, ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ BPCL, HPCL, IOCL ഒക്കെ ഒഫീഷ്യലി റഷ്യൻ ഓയിൽ മേടിക്കുന്നില്ല. എന്നാൽ റഷ്യൻ ഓയിൽ നമ്മൾ മേടിക്കുന്നുണ്ട്. ഏത് വഴി? ഇന്റർമീഡിയറി വഴി. ഇന്റർമീഡിയറി കൂടുതൽ എവിടുന്നാണ് വരുന്നത്? ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ട്രേഡേഴ്സ് പ്രൈവറ്റായിട്ട് ഇത് മേടിച്ച് അവരുടെ വെസലിലും ടാങ്കറിലുമായിട്ട് കടലിലിടും. എന്നിട്ട് കടലിലിട്ടിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലെ ഇമ്പോർട്ടേഴ്സായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ലോകം അറിഞ്ഞ് എല്ലാവരും കൂടെ ചെയ്ത് നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അത് ദിസ് മേക്സ് ഓയിൽ മാർക്കറ്റ് വെരി കോംപ്ലിക്കേറ്റഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ ഈ കിട്ടാത്ത ഡാറ്റ, അതായത് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഡാറ്റ കിട്ടാത്തതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രേഡിലും അഫക്ട് ചെയ്യുന്നല്ലേ സാർ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം എന്താ ഒപ്പേക്ക് വെബ്, നമ്മളതൊരു ടേം പറഞ്ഞു. രണ്ടാമത് സോംബി ഷിപ്പ്. വേറൊണ്ട്, ചൈനയിലെ ഇത് പ്രോസസ്സ് ചെയ്യണം, അതായത് സാങ്ഷൻഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യുന്ന റിഫൈനറികളെയും നമ്മൾ എന്താ വിളിക്കണമെന്ന് അറിയും? ടീപോട്ട് റിഫൈനറി. ഈ ടീപോട്ട് റിഫൈനറി എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ റിഫൈനിങ് കമ്പനീസ് ആയ സിനോപെക്ക് അല്ലെങ്കിൽ പെട്രോ ചൈന, അവരുടെയൊന്നും കൺട്രോൾ ഇല്ലാത്ത കുറച്ച് റിഫൈനറീസ് ഉണ്ട്. ഈ റിഫൈനറീസിനെ നമ്മൾ പറയുന്നത് ടീപോട്ട് റിഫൈനറീസ് ആണ്. ഈ ടീപോട്ട് റിഫൈനറിയിലാണ് ഈ ഇല്ലീഗലായിട്ടുള്ള സാങ്ഷൻഡ് ആയിട്ടുള്ള ഈ വെനിസ്വേലൻ പോലത്തുള്ള ക്രൂഡ് റിഫൈൻ ചെയ്യണത്. അപ്പോൾ ക്രൂഡ് മാർക്കറ്റിൽ വലിയൊരു ഗ്രേ മാർക്കറ്റും ബ്ലാക്ക് മാർക്കറ്റും ഉള്ള ഒരു സംഗതിയാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പറയുന്നത് ഇതിലേക്കൊന്നും കയറി കടക്കാതിരിക്കുക എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മളൊന്ന് സിൽവറിൻ്റെ, അതായത് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു, ഇന്നൊന്ന് സിൽവർ പറഞ്ഞേ പറ്റൂ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സിൽവർ പ്രൈസ് എന്ന് പറയുന്നത് റെക്കോർഡ് ഹൈ ആണെന്നുള്ളതാണ്. അതായത് 5th കൺസിക്യൂട്ടീവ് ഇയറിൽ അതിനൊരു സപ്ലൈ ഷോർട്ടേജ് ഉണ്ട്. സിൽവർ കയറാൻ കാര്യം കൂടുതലും ഗോൾഡ് കയറി എന്നുള്ള കാരണത്തിലാണ്. കാര്യം ഗോൾഡിൻ്റെ പുറകെ ടെയിൽ ചെയ്ത് പോകുന്ന ഒരു പ്രഷ്യസ് മെറ്റലാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെറ്റലാണ് സിൽവർ. രണ്ടാമത് അതിനൊരു സപ്ലൈ ഗ്ലട്ട് ഉണ്ട്. 5th കൺസിക്യൂട്ടീവ് ഇയർ സപ്ലൈ ഗ്ലട്ട് ഉണ്ട്. പിന്നെ രണ്ടാമത് എന്താ, ഈ സപ്ലൈ ഗ്ലട്ട് മാത്രമല്ല, ഇപ്പോൾ ഈ ഗോൾഡിലേക്ക് പൈസ കയറുമ്പോൾ ഒരു സേഫ് ഹെവൻ ട്രേഡ് ഉണ്ട്. അതായത് രാജ്യത്ത് മറ്റുള്ള അസറ്റ്സിലേക്കുള്ള നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഒരു സേഫ് ഹെവൻ, സേഫ്റ്റിക്ക് വേണ്ടി പൈസ പ്രഷ്യസ് മെറ്റൽസിലായ ഗോൾഡിലും സിൽവറിലേക്കും പോകുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അത് കാരണം തന്നെ സിൽവർ പ്രൈസസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, വേറെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, സിൽവർ ഇപ്പം ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ എന്ന രീതിയിൽ വളരെ വലിയ ഹൈ ഡിമാൻഡുണ്ട്. അപ്പോൾ നമ്മൾ സൺറൈസ് ആയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജീസ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ്,
5G അല്ലെങ്കിൽ 5Gയുടെ എക്യുപ്മെൻറ്റ്സ്, പിന്നെ നമ്മൾ ഡേറ്റാ സെൻറ്റേഴ്സ്, സോളാർ പാനലിനൊക്കെ സിൽവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡും ഭയങ്കരമായിട്ട് കൂടി, സേഫ് ഹെവൻ ബൈയിങ്ങും കൂടെ കൂടിയപ്പോൾ സിൽവർ പ്രൈസസ് കയറി നിൽക്കുകയാണ് എന്നുള്ള. സ്പോട്ട് സിൽവർ നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈ ഓഫ് $66.88 പെർ ഔൺസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ള. 2025 മാത്രം സിൽവർ 120% കയറി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ 2026 ഈ സിൽവർ ട്രേഡേഴ്സിനടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാവണം അവർ ഭയങ്കര ബുള്ളിഷാണ് എന്നുള്ള കാര്യം. അവർ പറയുന്നത് വെച്ചാൽ US ഫെഡ് റേറ്റ് ഇങ്ങനെ നമ്മൾ ഫെഡ് കട്ട് ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ ഈ നോൺ ഈൽഡിങ് അസറ്റ്സ് ആയിട്ടുള്ള സിൽവറിലേക്ക് പൈസ കയറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സപ്ലൈ ഗ്ലട്ട് തന്നെയാണ്. കാര്യം വെച്ചാൽ ഹൈ ഡിമാൻഡ് ഇൻഡസ്ട്രി, പുതിയ ന്യൂ ഏജ് ഇൻഡസ്ട്രീസ് വരുന്നതുകൊണ്ട് ഈ സപ്ലൈക്ക് ഒരു ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ഏതാണ്ട് 2026 എൻഡ് ആകും തോർത്തും $70 to $75 പെർ ഔൺസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ടാർഗറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2026 ഫൈനലൊക്കെ ആകുമ്പോൾ, ലാസ്റ്റ് മന്ത്സ് ഒക്കെ ആകുമ്പോൾ ഏതാണ്ട് 2.4 lakh പെർ കിലോഗ്രാം എന്നുള്ള രീതിയിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത് എന്നുള്ള. പിന്നെ ഈ സിൽവറിനൊരു നെഗറ്റീവ് എന്താണെന്നറിയോ? ഈ സിൽവറിന് 2 ഉപയോഗങ്ങളാണ്. ഒന്ന് പ്രഷ്യസ് മെറ്റലായിട്ട്, 2 ഇൻഡസ്ട്രിയൽ മെറ്റലായിട്ട്. അതുപോലെ സിൽവറിൻ്റെ മാർക്കറ്റ് വളരെ ചെറുതാണ്. അതുകൊണ്ട് വലിയ വോളറ്റിലിറ്റി സിൽവറിന് വന്നേക്കാം ഗോൾഡിനെക്കാട്ടിലും എന്നുള്ളതാണ്. സാധാരണ ഈ സിൽവറിനെ നമ്മൾ അളക്കാൻ അല്ലെങ്കിൽ ഒരു വാല്യുവേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളിത് പലപ്പോഴായിട്ട് പറയുന്നത്, അതായത് സിൽവറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സിൽവറിൻ്റെ പ്രൈസ് ഗോൾഡിന് റിലേറ്റീവായിട്ട് എത്രയുണ്ട് എന്ന് നോക്കണതാണ് ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് റേഷ്യോ ഹൈ ആണെങ്കിൽ, അതായത് ഗോൾഡ് ടു സിൽവർ റേഷ്യോ ഹൈ ആണെങ്കിൽ അതിനർത്ഥം സിൽവർ അണ്ടർ വാല്യൂഡ് ആണെന്നും, ഗോൾഡ് ടു സിൽവർ റേഷ്യോ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം സിൽവർ ഗോൾഡായിട്ട് ക്യാച്ചപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ നടക്കുന്നത് എന്നുള്ള. ഏതാണ്ട് 1970 മുതൽ നമ്മൾ ഈ റേഷ്യോ നോക്കുകയാണെങ്കിൽ 50:1, 80:1 എന്നുള്ള റേഞ്ചിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കയറിയത് 125 ഫിഗറൊക്കെ വന്നത് കോവിഡ് ടൈമിലാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്നുള്ള. ഇപ്പോൾ ഗോൾഡ് സിൽവർ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 66-68 എന്ന് പറയുന്ന ലെവലാണ്, വിച്ച് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർ വാല്യൂഡ് എന്നുള്ളതാണ് മാർക്കറ്റ് അതിനെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് എന്നുള്ള. ഇനിയിപ്പം ഇതാണ് സിൽവർ എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റിയെക്കുറിച്ച്. ഇന്ത്യയിൽ ഈ സിൽവറിനെ നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് വഴി പ്ലേ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. നമ്മൾ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ദാറ്റ് ഈസ് ദ ഓൺലി ലിസ്റ്റഡ് പ്യുവർ പ്ലേ വിച്ച് ഈസ് ഇൻ ടു സിങ്ക് അല്ല സിൽവർ എന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് ശരിക്കും പറഞ്ഞ ഒരു സിൽവർ കമ്പനിയല്ല, അവരൊരു ശരിക്കും പറഞ്ഞ ഒരു സിങ്ക് ആൻഡ് ലെഡ് മൈനറാണ്. സിങ്കും ലെഡും മൈൻ ചെയ്തെടുക്കുന്ന കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സിങ്ക്. അതുകൊണ്ട് തന്നെ പേര് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയപ്പെടുന്നതെന്നുള്ള. ബട്ട് ഇവർക്ക് പ്രൈമറി ബിസിനസ് ഇവരുടെ സിൽവർ അല്ലെങ്കിൽ പോലും സിൽവർ എന്ന് പറയുന്നത് ഇവരൊരു ബൈ പ്രോഡക്റ്റാണ്. അതായത് ഇവർ ഈ സിങ്കിൻ്റെയും ലെഡിൻ്റെയും ഈ സ്മെൽറ്റിങ്ങിലും റിഫൈനിങ്ങിലും വരുന്ന ബൈ പ്രോഡക്റ്റാണ് സിൽവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സിൽവർ ഉണ്ടാക്കാനായിട്ട് വലിയ കോസ്റ്റ് വരുന്നില്ല. കാര്യം വേറൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് ഈ സിൽവറിലേക്ക് വലുതായിട്ട് കാശ് ചിലവാക്കണ്ടല്ലോ. അതുകൊണ്ട് സിൽവർ ബിസിനസ് ഹിന്ദുസ്ഥാൻ സിങ്കിന് ഭയങ്കര വലിയ മാർജിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നല്ല. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് 5 വേൾഡിലെ ടോപ്പ് 5 ലാർജസ്റ്റ് സിൽവർ പ്രൊഡ്യൂസിങ് കമ്പനീസിൽ ഒന്നാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നുള്ളതാണ്. ആനുവൽ ഔട്ട്പുട്ട് ഏതാണ്ട് 700 ടൺസ് പെർ ആനം ഉണ്ട്. ഏതാണ്ട് 2030 ഈ 700 ടൺസ് ഡബിൾ ചെയ്ത് 1500 ടൺ പെർ ആനം ആക്കാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ഇവരുടെ ടോട്ടൽ റവന്യൂ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഈ സിങ്കും ലഡും ആണല്ലോ മെയിൻ ബിസിനസ്. ടോട്ടൽ റവന്യൂവിൻ്റെ 20% മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ സിൽവർ ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ള. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ 45% സിൽവറാണ്. ഓപ്പറേറ്റിംഗ്, അതായത് ടോട്ടൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ പകുതിയും സിൽവറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. റവന്യൂ ഏതാണ്ട് 20%. കാര്യം എന്തുകൊണ്ടെന്നറിയോ? സിൽവർ ഇവർക്ക് ബൈ പ്രോഡക്റ്റ് ആണ്. സിൽവറിന് വേണ്ടിയിട്ട് ഇവർക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത് സിൽവർ കയറി എന്ന് വെച്ചോളൂ, ഗെയിൻ ചെയ്തു വെച്ചോളൂ. ആ സിൽവർ ഗെയിൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റിൻ്റെ 88% കമ്പനിയുടെ ബോട്ടം ലൈനിലേക്ക് പോയി ബെനിഫിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സിൽവർ കയറുക എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ച് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സിൽവറിനെ കുറിച്ച് പറയാനുള്ളത്. ആ പ്രേക്ഷകനൊന്ന് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ട്രംപിനെ മാറ്റി വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ട്രംപിൻ്റെ അടുത്ത് ഒരുപാട് വിരോധമൊക്കെ നമുക്കുണ്ടെങ്കിലും ട്രംപിൻ്റെ ചില കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷം വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇന്നലെ ഒരു ഡിസിഷൻ എടുത്തു, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ. എന്താണെന്നറിയോ? സാധാരണ ഡിസംബർ 25 ക്രിസ്മസിനാണല്ലോ അവിടുത്തെ ഹോളിഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസംബർ 24
ഡിസംബർ കഴിഞ്ഞിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഡിസംബർ 26 ബോക്സിംഗ് ഡേ. ഈ ഡിസംബർ 26 നമ്മൾ സാധാരണ ഡേ ആഫ്റ്റർ ക്രിസ്മസ് ഈസ് കോൾഡ് ബോക്സിംഗ് ഡേ എന്നുള്ള വാക്കുണ്ട്. അങ്ങനെ ഈ 2 ദിവസം കൂടെ ഹോളിഡേ കൊടുത്തു എന്നുള്ളത്. അപ്പം 3 ദിവസം അടുപ്പിച്ച് ഹോളിഡേ അമേരിക്കയിലായി എന്നുള്ള. ഈ ബോക്സിംഗ് ഡേ എന്ന് ഡിസംബർ 26 വിളിക്കാൻ വേറെ കാര്യം ബോക്സിംഗ് ആയിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ല. സാധാരണ അമേരിക്കയിലൊക്കെ ഒരു ഹിസ്റ്റോറിക് ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ വലിയ വെൽത്തി ഫാമിലീസൊക്കെ അവരുടെ വീട്ടിലുള്ള ഡൊമസ്റ്റിക് ഹെൽപ്സ് അല്ലെങ്കിൽ പൂവറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവരൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കും. ഈ ഗിഫ്റ്റ് ബോക്സിനകത്ത് ക്രിസ്മസ് കേക്ക്, വൈന്, ചോക്ലേറ്റ്സ്, പിന്നെ പൈസ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ വെച്ചൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കും. പിന്നെ ലെഫ്റ്റ് ഓവർ, അതായത് വീട്ടിൽ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇതെല്ലാം ബോക്സ് ആയിട്ട് കൊടുക്കും. അവിടെ ചേർച്ചിലൊക്കെ ഇങ്ങനെ ബോക്സ് വെച്ചേക്കും, ആൾക്കാർക്ക് കൊണ്ടുവന്ന് അതിലേക്ക് നമുക്ക് വയ്ക്കാം എന്നുള്ളതാണ്. എന്നിട്ട് അത് പാവപ്പെട്ടവർക്കും ഡൊമസ്റ്റിക് ഹെൽപ്സിനും ഒക്കെ കൊടുക്കുന്ന, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 26 ആണ്. ഇപ്പോൾ 2 ദിവസം അവധി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ കുറച്ച് ഹോളിഡേയ്സേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 എനിക്ക് തോന്നുന്നു 14 തൊട്ട് 15 ദിവസം നമുക്ക് ഹോളിഡേ ഉണ്ടായിരുന്നു. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതിന് ഭയങ്കര സ്ട്രെസ്സ് പിടിച്ചൊരു പരിപാടിയാണ്. അതായത് ഇത്രയും വോളറ്റിലിറ്റി ഒരു സിസ്റ്റം, അതായത് നമ്മുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അതേ സ്ട്രെയിൻ വരുന്ന ജോലി ഏതാണെന്നറിയോ? ഒന്നില്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ്, ഡോക്ടർ, അവർക്കൊക്കെ കാര്യം അത്രയ്ക്കും മാത്രം വോളറ്റിലിറ്റിയാണ് നമ്മൾ ഒരു ദിവസം ഫേസ് ചെയ്യണം. അതായത് പല സ്വഭാവമാണ് മാർക്കറ്റിന് പല സെക്കൻഡിൽ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒന്ന് മൈൻഡിനും ബോഡിക്കും ഒക്കെ ഒരു റിജുവിനേഷനും റിലാക്സേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹോളിഡേയ്സിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അമേരിക്ക അത് അറിഞ്ഞ് ട്രംപ് ഇപ്പോൾ ഫെഡറൽ ഹോളിഡേ, സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേ അല്ല കൊടുത്തത്. അമേരിക്ക ഇപ്പോൾ 2 ദിവസം, അതായത് ഡിസംബർ 24 ഡിസംബർ 26 ഹോളിഡേ കൊടുത്തത് ഫെഡറൽ ഹോളിഡേ ആണ്, അതായത് ഗവൺമെൻറ് ഹോളിഡേ ആണ്. അത് കാരണം സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കഴിയുന്നതും ഹോളിഡേ തരാതിരിക്കാനാണ് ഗവൺമെൻറ് നോക്കുന്നത് എന്നുള്ളത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, അതായത് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് നടക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കുറച്ച് ചാർജസ് വരും. ആ സ്റ്റാറ്റ്യൂട്ടറി ചാർജസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കിംഗ് കമ്മീഷൻ, എക്സ്ചേഞ്ച് ലെവി, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇങ്ങനത്തെ വരുന്നതിൻ്റെ കൂടെ ഗവൺമെൻറ് എടുക്കുന്ന ചെറിയ ഒരു, എനിക്ക് തോന്നുന്നു ചിദംബരമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തോന്നുന്നു, STT, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അതായത് 2023-24 കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിന് കിട്ടിയിരിക്കുന്ന STT റവന്യൂ എന്ന് പറഞ്ഞാൽ 33,000 crores അടുത്തായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2024-25 അവർ എസ്റ്റിമേറ്റ് ചെയ്ത് 55,000 കോടിയാണ് STT എന്ന് കിട്ടുന്നു എന്ന് പറയുന്നു. ഇനി ഈ കൊല്ലം, അതായത് 2025 to 2026 അവർ എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത് 78,000 കോടി. അതായത് അത്രയും ആൾക്കാർ കൂടുതൽ മാർക്കറ്റിലേക്ക് വന്ന് അത്രയും ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും കൂടാൻ നേരത്ത് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു എക്സ്പെക്റ്റഡ് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആണ് ഈ 78,000 crores എന്ന് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നില്ല ഈ കൊല്ലം അത് കയറുമെന്ന്. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാലോ ടേൺ ഓവറൊക്കെ വളരെ കുറവാണ്, ആൾക്കാർക്ക് ട്രസ്റ്റും പോയി എന്നുള്ള. അപ്പോൾ ഏതാണ്ട് നമ്മൾ 78,000 കോടി ഒരു കൊല്ലം കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് 213 കോടിയാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൻ്റെ ഇനത്തിൽ ഗവൺമെൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം മാർക്കറ്റിൽ ഹോളിഡേ ആക്കി കഴിഞ്ഞാൽ 200 കോടിയോളം ഗവൺമെൻറ്റിന് നഷ്ടമാണ് എന്നുള്ള കണക്കുകൊണ്ട് മാർക്കറ്റിൽ വലുതായിട്ട് കൊടുക്കാറില്ല. ഏതാണ്ട് 14 ദിവസം 15 ദിവസമൊക്കെയാണ് വരുന്നത്. എന്നാൽ 2026 15 ദിവസമുണ്ട്, 25 15 ദിവസം. പക്ഷേ അതിനകത്ത് വരുന്ന പല ഹോളിഡേയ്സും സാറ്റർഡേ ആണെന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അന്ന് അല്ലെങ്കിലും മാർക്കറ്റില്ല. ഏതാണ്ട് 2-3 ഹോളിഡേ തന്നെ എനിക്ക് തോന്നുന്നു സാറ്റർഡേ വന്നു എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്നുള്ളതാണ് നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കേണ്ടത് എന്നുള്ളത്. വിഷ്ണു, ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് അപ്ഡേറ്റ് എടുക്കണമെങ്കിൽ അപ്ഡേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ടെക്നിക്കൽ നോക്കാം. സ്പോട്ട്ലൈറ്റ് ബിസിനസ് വേണമെങ്കിൽ ഞാൻ ഒരു ചെറിയതായിട്ടുള്ള ഒരു സ്റ്റഡി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷ്ണു നോക്കിയിട്ട് പറയും. ഓക്കെ സാർ, എന്തായാലും നമുക്ക് സ്പോട്ട്ലൈറ്റ് എടുത്തിട്ട് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സിലോട്ട് പോകണോ, അത് സാറിൻ്റെ എങ്ങനെയായിരിക്കും കൂടുതൽ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്പോട്ട്ലൈറ്റ് പെട്ടെന്ന് തീർക്കാൻ നോക്കാം. കാര്യം ഇന്നൊരു വലിയ കാര്യം എനിക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വീക്കെൻഡ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റേഴ്സിനും കൂടെ പഠിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം നമുക്ക് കൊടുക്കണമല്ലോ. ഞാനിന്ന് സ്പോട്ട്ലൈറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബിസിനസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു തോട്ടാണ്, ഒരു ചിന്തയാണ് പ്രേക്ഷകരെ മനസ്സിലേക്ക്. അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു കാര്യം നമ്മൾ റിലേറ്റീവ്ലി ബെറ്റർ വാല്യുവേഷനാണ് അല്ലെങ്കിൽ അട്രാക്റ്റീവാന്ന് പറയാൻ കാര്യം എന്താ, വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. വാല്യുവേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവാണ്.
ഒരു സാധനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഗോൾഡ് സിൽവർ റേഷ്യോ എന്നൊക്കെ പറയുന്ന പോലെ, നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തിന് എത്രയാണ് വില, അല്ലെങ്കിൽ ഇതിന് മുമ്പേ നടന്ന ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് വില ഉയർന്നത് എന്നിങ്ങനെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടേ നമ്മളൊരു സ്ഥലത്തിന് വിലയിടുള്ളൂ അല്ലേ. അതേപോലെ തന്നെ മാർക്കറ്റിലും നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ മാത്രമല്ല, നമ്മൾ അതിൻ്റെ കമ്പാരിറ്റീവ് വാല്യുവേഷനും കൂടെ നോക്കിയിട്ട് വേണം ഇത് ചീപ്പാണോ അട്രാക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് നമ്മൾ 2 മാസം 4 മാസമായിട്ട് നമ്മൾ പറഞ്ഞു, എവിടെയാണോ ഓവർ ക്രൗഡഡ് അല്ലാത്ത, അണ്ടർ ഓൺഡ് ആയിട്ട് ആർക്കും വേണ്ടാത്ത സ്ഥലമുണ്ടോ, അവിടെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ടോ, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേക്കാമെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് IT ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ട രീതിയിൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്സിനെ സെക്ടറിനെ അപേക്ഷിച്ച് സ്റ്റഡി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ള. നമുക്കെന്നും IT ഇൻഡെക്സിൻ്റെ ഇഷ്ടം എന്തായിരുന്നു, ആ IT ഇൻഡെക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ്. ഓപ്പർച്യൂണിറ്റിയെക്കാളും ഉണ്ടല്ലോ, ഫണ്ടമെൻ്റൽസ് ആണ് അതിനെ. അതായത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കാവുന്ന ഒരു കാര്യം, അത് വേണമെങ്കിൽ നടക്കാം, നടക്കാതിരിക്കാം. ബട്ട് റിയാലിറ്റി എന്താണ്? റിയാലിറ്റി ഇന്ന് ആ കമ്പനിയിൽ എന്ത് ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പോൾ IT ഇൻഡെക്സ് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണമെങ്കിൽ ഏതൊക്കെ കമ്പനികളുണ്ട്? TCS ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, HCL ടെക് ഉണ്ട്, വിപ്രോ ഉണ്ട്, ടെക് മഹീന്ദ്ര ഉണ്ട്, LTI മൈൻട്രി ഉണ്ട്, കൊഫോർജ് ഉണ്ട്, പെർസിസ്റ്റന്റ് ഉണ്ട്, എംഫസിസ് ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്. ഞാൻ ഈ പറയുന്നത് ടോട്ടൽ ഇന്ത്യയിലുള്ള IT കമ്പനീസ് അല്ല, ഇന്ത്യൻ നിഫ്റ്റി IT ഇൻഡെക്സിലെ ഈ കൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ള. ഇതിന് സെക്കൻഡ് ലാർജസ്റ്റ് വെയിറ്റേജ് ആണ് നിഫ്റ്റിയിൽ. ബാങ്ക് കഴിഞ്ഞാൽ എനിക്ക് 13.17% ആണ് ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ഈ കമ്പനികളെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കുകൾ അമേരിക്കയിലുള്ള US ബേസ്ഡ് അമേരിക്കൻ ആയിട്ടുള്ള കമ്പനികളായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ AMD പോലത്തെ കമ്പനികളോ ഇൻറ്റൽ പോലത്തെ കമ്പനികളോ ഒന്നുമല്ല. ഞാൻ പറയുന്ന അടുത്ത കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം നമ്മുടെ മുന്നിലേക്ക് വന്ന, ഇപ്പോൾ NVIDIA ഞാൻ അതിനകത്തുനിന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്നത് ഏതാ? ChatGPT അല്ലേ, OpenAI എന്ന് പറയുന്ന കമ്പനിയുടെ ChatGPT പോലത്തെ കമ്പനികൾ, ആന്ത്രോപിക് പോലെയുള്ള കമ്പനികളാണ് US അടുത്ത കാലത്തായിട്ട് ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ ട്രേഡ്. അതായത് ഞാൻ പറയുന്നത് മാക്സ് 7 അപ്പുറത്ത് പലാന്ററിനും ബ്രോഡ്കോമിനും അപ്പുറത്തുള്ള ന്യൂ ഏജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊന്ന് ജസ്റ്റ് പറയുമ്പോൾ കുറച്ച് ഡേറ്റയിൽ നല്ല പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കാര്യം ഇതിലെ പല കമ്പനീസും പ്രൈവറ്റ് കമ്പനീസാണ്, ലിസ്റ്റഡ് അല്ല. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ വ്യത്യാസം ഞാൻ ഏതാണ്ട് 90.3 ഒക്കെ വെച്ചിട്ടാണ് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആൻഡ് റാൻഡം ഫിഗേഴ്സാണ് എടുക്കേണ്ട. ബട്ട് സ്റ്റഡി പൊതുവെ കറക്റ്റ് ദിശയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള. ഈ ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി പ്രൈവറ്റ് കമ്പനിയാണ്. അതിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 29.75 lakh crore, 29 ലക്ഷം കോടിയാണെന്നുള്ള. അതിൻ്റെ ആനുവൽ റവന്യൂ എത്രയെന്നറിയോ? 60,000 കോടി. പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല, ലോസിലാണ്. ഇനി നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളൊരു കമ്പനി നമുക്ക് നോക്കാം. ഏതാ? OpenAI, ChatGPTയുടെ ഫൗണ്ടേഴ്സ്. ഇത് എത്ര കോടി വാല്യുവേഷനിലാണെന്നറിയോ? അതായത് മാർക്കറ്റ് അതിന് കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ 42.5 lakh crore. എത്ര റവന്യൂ ആണ് ആനുവലി? 1,08,000 crore. പ്രോഫിറ്റ് ആണോ? അല്ല, ലോസിലാണ്. ഇത് മാത്രമല്ല എല്ലാ കൊല്ലവും $5 billion ക്യാഷ് ബേൺ ചെയ്യുക, അതായത് കത്തിച്ച് കളയുകയാണ് എന്നുള്ളത് അതിൻ്റെ എക്സ്പാൻഷനുമായിട്ട്. കോർ വീവ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അത് ആർട്ടിഫിഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. 2.12 lakh crore ആണ് അതിൻ്റെ വാല്യുവേഷൻ. അതിൻ്റെ സെയിൽസോ റവന്യൂ എന്ന് പറഞ്ഞാൽ 43,000 crores. ആനുവൽ പാറ്റോ ലോസ്. അതായത് ഹൈ ഡെപ്റ്റ് ഉള്ള കമ്പനിയാണ് ഈ കോർ വീവ് എന്നുള്ളത്. പിന്നെ ഡേറ്റാബ്രിക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു 12 ലക്ഷം കോടിയുടെ വാല്യുവേഷനാണ്. പിന്നെ സ്നോഫ്ലേക്ക് 6.7 ലക്ഷം കോടി. പിന്നെ C3 AI എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഞാൻ ആ കമ്പനികളെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഹൈ വാല്യുവേഷനാണ്. നോക്കുകയാണെങ്കിൽ ഇവരെ പ്രൈസ് ടു സെയിൽസ് എത്രയെന്നറിയോ? 40 ടൈംസ് തൊട്ട് 50 ടൈംസ് വരെ. ഡിവിഡൻഡ് ഈൽഡോ 0. പ്രോഫിറ്റും ഉണ്ടാക്കുന്നില്ല, ഡിവിഡൻഡ് കൊടുക്കുന്നില്ല എന്നത്. ഒരുപാട് ക്യാഷ് ഇവർ ബേൺ ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും ഇല്ല, ലോസും ആണ്. ഹെവി ക്യാപെക്സ് എടുത്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകണമെന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ മോർഗൻ സ്റ്റാൻലിയുടെ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വന്നിട്ട് ഈ AI ക്യാപെക്സ് അടുത്ത 3 കൊല്ലം 5 കൊല്ലം കൊണ്ട് ഈ അമേരിക്കൻ AI കമ്പനികൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റും നടത്താൻ പോകുന്നത് എത്രയാണ്? $3 trillion ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാൽ അതിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോ ഇതിൻ്റെ 50% മാത്രമാണ്. അതായത് 1.5 trillion മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. ഈ ഗ്യാപ്പ് അവർ നികത്താൻ പോണത് എങ്ങനെയാണ്? ബാങ്കുകളിൽ നിന്ന് പൈസ എടുത്തിട്ടാണ്. അതായത് ഓൾറെഡി ലോസിലായ കമ്പനികൾ,
എന്താ പറയുക, ഇത്രയും 5 ബില്യണോളം ക്യാഷ് ഇയർലി ബേൺ ചെയ്യുന്ന കമ്പനികൾ, പ്രോഫിറ്റിൻ്റെ ഒരു വിസിബിലിറ്റി പോലും ഇല്ല, ഓൾറെഡി 40 to 50 ടൈംസ് പ്രൈസ് ടു സെയിൽസിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ ഇനി വീണ്ടും ഡെപ്റ്റ് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ തന്നെ നമ്മൾ 2 ദിവസം മുമ്പേ പറഞ്ഞു, അതായത് ഒറക്കിളിൻ്റെ മിച്ചിഗണിലെ $10 ബില്യൺ ഒരു ഡേറ്റാ സെൻറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു. ആ പേരിൽ ഒറക്കിൾ സ്റ്റോക്കും ഭയങ്കരമായിട്ട് കയറി. അമേരിക്കൻ GDPയുടെ കാൽക്കുലേഷനിലും ഒക്കെ നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റിലൊക്കെ അത് ഇൻകോപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പറഞ്ഞ എന്തായാലും വലിയൊരു ഇൻവെസ്റ്ററായ ബ്ലൂ ഔൾ ക്യാപിറ്റൽ അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നു എന്നുള്ള ന്യൂസാണ് കേട്ടത്. ആ ഒരു ന്യൂസ് തന്നെ ഒറക്കിൾ സ്റ്റോക്സിനെ താഴെ കൊണ്ടുപോകുന്നു മാത്രമല്ല, എൻവിഡിയ പോലെയുള്ള കമ്പനികളെയും താഴെ കൊണ്ടുപോകുന്നു. കാര്യം ഇങ്ങനെ ഒരു ഡേറ്റാ സെൻറ്റർ നടന്നില്ലെങ്കിൽ എൻവിഡിയയുടെ ചിപ്പ് യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് US-ലെ ഈ ന്യൂ ഏജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇതവിടെ ഇരിക്കട്ടെ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ നിഫ്റ്റി IT ഇൻഡെക്സ്, ഞാൻ ഈ പറഞ്ഞ കമ്പനികളെല്ലാം കൂടെ വെച്ചിട്ട് നോക്കുകയാണ്. ഈ ടോട്ടലായിട്ട് ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകുന്നതിൽ കാര്യമില്ല, കാര്യത്തിൽ എല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയണമെങ്കിൽ ഇവരുടെ ഇയർലി റവന്യൂ എത്രയെന്നറിയോ? IT ഇൻഡെക്സിലെ സ്റ്റോക്കുകൾ 6 ലക്ഷം തൊട്ട് 7 ലക്ഷം കോടി, 6 ലക്ഷം തൊട്ട് 8 ലക്ഷം കോടി. ഇയർലി പ്രോഫിറ്റ് എത്രയെന്നറിയോ? 1.25 lakh crore. 1 അതായത് 1.25 ലക്ഷം കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് ഇവർക്ക് ഒരു കൊല്ലം കിട്ടുന്നത്. ഇവരുടെ ക്യാഷ് ആൻഡ് ക്യാഷ് റിസർവ്സ് ഉണ്ട്. ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റിൽ അവർ ബാങ്കിൽ കീപ്പ് ചെയ്യുന്ന ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പല കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 65,000 crores മുതൽ 1 lakh crore വരെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനീസാണ് ക്ഷമിക്കണം ഇന്ത്യൻ നിഫ്റ്റി IT കമ്പനീസ് എന്ന് പറയുന്നത്. ഇതെല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 34 lakh crore ആണ്. അതായത് ഇത്രയും ബെറ്റർ ഫണ്ടമെന്റൽസും ഇത്രയും ക്യാഷും ഇത്രയും പ്രോഫിറ്റും ഇത്രയും റവന്യൂ ഉള്ള കമ്പനി എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 34 lakh crore. പ്രോഫിറ്റും ഇല്ല, 5 ബില്യൺ ക്യാഷ് ബേൺ ചെയ്ത് കളയുന്ന ഈ ഓപ്പൺ AI എത്രയെന്നറിയോ? 42 ലക്ഷം കോടി. 42 ലക്ഷം കോടിക്കാണ് ഓപ്പൺ AI അവിടെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത്രയും IT കമ്പനീസ് ചേരുന്ന എല്ലാം കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ വെറും 34 ലക്ഷം കോടിയേ ഉള്ളൂ. ആന്ത്രോപ്പിക്ക് ഏതാണ്ട് ഈക്വലൻ്റ് ആയിട്ട് ഇന്ത്യൻ IT ഇൻഡെക്സിലെ ടോട്ടൽ കമ്പനിയുടെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂടാണ്. അതായത് 30 ലക്ഷം കോടിയാണ് ഈ ആന്ത്രോപ്പിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇന്ത്യൻ IT ഇൻഡെക്സോ ഇത്രയും ക്യാഷ് ആ കമ്പനികളിൽ ഇരുന്നിട്ട് പോലും ഏതാണ്ട് 34 ലക്ഷം കോടിയേ ഉള്ളൂ എന്നുള്ള. നിഫ്റ്റി IT ഇൻഡെക്സും ഈ ആന്ത്രോപ്പിക്കും ഓപ്പൺ AIയും വെച്ചിട്ട് ഒരു കമ്പാരിസൺ ഞാൻ എടുത്തു നോക്കി. നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ PE റേഷ്യോ എത്രയെന്നറിയോ? 27 ടൈംസ്. ഈ ഓപ്പൺ AIയുടെയും ആന്ത്രോപ്പിക്കിൻ്റെ ഇൻഫൈനൈറ്റ്, കാര്യം വെച്ചാൽ പ്രോഫിറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് എന്ത് PE കൊടുക്കാനാണ്? ഇൻഫൈനൈറ്റ് PE നമുക്ക് കൊടുക്കാം. പ്രൈസ് ടു സെയിൽസ്, നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ പ്രൈസ് ടു സെയിൽസ് 4.2 ടൈംസ്. എന്നാൽ ഓപ്പൺ AIയുടെയും ആന്ത്രോപ്പിക്കിൻ്റെ എത്ര? 40 ടൈംസ് ടു 50 ടൈംസ്. എന്തൊരു അൺനാച്ചുറൽ. ഇന്ത്യൻ IT ഇൻഡെക്സിനെക്കാളും 10 ടൈംസ് വാല്യുവേഷനിലാണ് പ്രോഫിറ്റ് ഇല്ലാത്ത ക്യാഷ് ബേൺ ചെയ്യുന്ന ഈ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ട്രേഡ് ചെയ്യണമെന്നുള്ള. ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് എത്രയെന്നറിയോ? 2.9% ഡിവിഡൻഡ് ഈൽഡ് ഉള്ളതാണ് ഈ നിഫ്റ്റി IT ഇൻഡെക്സിലെ സ്റ്റോക്ക്. അവിടെയാണെങ്കിലോ 0% ഡിവിഡൻഡ്. പല കമ്പനികൾ 0 ആണല്ലോ സാർ. അതെ. പിന്നെ ഇത് മാത്രമല്ല, ഷെയർസിൻ്റെ കാര്യം നോക്കാം. അതായത് നമ്മുടെ ഇവിടെ ഇൻഫോസിസ് പോലെയുള്ള കമ്പനികൾ ബൈബാക്ക് ചെയ്യുന്നു. പല IT കമ്പനീസും ക്യാഷ് റിച്ച് ആയതുകൊണ്ട് ബൈബാക്ക് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഏർണിങ്സ് പെർ ഷെയർ കൂടും. അവിടെയാണെങ്കിലോ ഓപ്പൺ AIയും ആന്ത്രോപ്പിക്കൊക്കെ എല്ലാ ആഴ്ചയും ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നു, ഫണ്ട് റൈസ് ചെയ്യുന്നു, ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നു, ഫണ്ട് റൈസ് ചെയ്യുന്നു, പുതിയ ഇക്വിറ്റി ഉണ്ടാക്കുന്നു, മേക്ക് ചെയ്യുന്നു, ഫണ്ട് റേസ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷോ 65,000 തൊട്ട് 1 lakh crore വരെ ക്യാഷ് ഇരിക്കണം ഇന്ത്യൻ IT ഇൻഡെക്സ്. മറ്റെവിടെയാണെങ്കിൽ ക്യാഷ് ബേണിങ്ങിൻ്റെ കഥ മാത്രമേ ഉള്ളൂ എന്നുള്ള. ഇനിയിപ്പം നമ്മൾ ഈ ആന്ത്രോപ്പിക്കും പലരും ചോദിച്ചേക്കാം, ഈ ആന്ത്രോപ്പിക്ക് വലിയ കാര്യമാണ്. ഈ ആന്ത്രോപ്പിക്ക് വലിയ കാര്യമാണ്. അതായത് മെയിൻ AI എഞ്ചിൻ, കോർ എഞ്ചിൻ ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന പോലെ ആന്ത്രോപ്പിക് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കമ്പനി വിചാരിക്കുക, ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു എയർലൈൻ കമ്പനിയോ ഈ ആന്ത്രോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ക്ലൗഡ് CLAUD എന്ന് പറയുന്നതാണല്ലോ ഇവരുടെ പ്ലാറ്റ്ഫോം, ആന്ത്രോപ്പിക്കിൻ്റെ ക്ലൗഡ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ AIയുടെ ചാറ്റ് GPTയോ യൂസ് ചെയ്തിട്ട് അവരുടെ ആപ്ലിക്കേഷൻ ഈ എയർലൈൻ കമ്പനികളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈ കമ്പനി എയർലൈൻ കമ്പനികളും ബാങ്ക് കമ്പനികളും ആ പ്രോജക്റ്റ് ആർക്കാണ് കൊടുക്കുന്നത്?
ഇന്ത്യൻ ബേസ്ഡ് IT കമ്പനീസ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ChatGPT അല്ലെ OpenAI വളർന്നാലും ശരി, ആന്ത്രോപിക്കിൻ്റെ പ്രോഡക്റ്റ് വളർന്നാലും ശരി, ഇത് എന്ത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നാലും അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനീസാണ് ആവശ്യമുള്ളതെന്നുള്ള കാര്യം. അവിടെ ആര് ഗ്രോ ചെയ്താലും ഇന്ത്യൻ കമ്പനീസിന് കിട്ടാനുള്ള പ്രോജക്റ്റ് അവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കേണ്ടത് ഓൺ എ കമ്പാരിറ്റീവ് വാല്യുവേഷൻ നമ്മൾ നോക്കണമെങ്കിൽ ഇന്ത്യൻ IT ഇൻഡെക്സ് ഇസ് ഫോർ റിയൽ. അവിടെ ഒരു റിയാലിറ്റി മാത്രമേ ഉള്ളൂ. US-ലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ കൺസെപ്റ്റ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ബിലീഫ്. അതായത് ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റോറി ആൻഡ് ദാറ്റ് ഈസ് ജസ്റ്റ് എ ഡ്രീം എന്നുള്ളതാണ്. അപ്പോൾ AI എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ വാല്യുവേഷൻ ബേസിസ് AI എന്ന് പറയുന്നതിൻ്റെ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നല്ല, ആർട്ടിഫിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് എനിക്കതിനെ മനസ്സിലായത് എന്നുള്ളതാണ്. അപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെയും, അവിടെ ഏതാ പറയുന്ന പല AI സ്റ്റോക്സും താഴെ വരുന്ന സെൻസിറ്റീവായിട്ട് പല സമയങ്ങളിലും ഇന്നൊക്കെ തിരിച്ചു കയറി എങ്കിലും നിൽക്കുന്നുണ്ടോ ആ ആൻറ്റി AI ട്രേഡിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി IT ഇൻഡെക്സ് ഓർ കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് നിഫ്റ്റി IT ഈസ് അറ്റ് എ ബെറ്റർ വാല്യുവേഷൻ, ബെറ്റർ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഫ്രം നൗ ഓൺ, അതായത് ആദ്യത്തെ ഇനിഷ്യൽ ഫേസിലുള്ള ഈ AI-യുടെ ഹാർഡ്വെയറിലുള്ള ഒരു ബുൾ റൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ മണി വിൽ ബി ഫ്ലോയിങ് ഇൻ ടു ദ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈൻ ലെവൽ. അവിടെ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ റെലവൻസ് കൂടുതലാണ്. അപ്പോൾ വാല്യുവേഷൻ്റെ കാര്യത്തിലും ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലും നിഫ്റ്റി IT ഇൻഡെക്സ് അല്ലെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് നിഫ്റ്റി IT ഇൻഡെക്സ് ഈസ് ബെറ്റർ പ്ലേസ്ഡ് than US new age technology oriented business. ഇതൊരു സ്റ്റഡി മാത്രമാണ്, ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ ആയിട്ട് കണക്കാക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം മുന്നോട്ട് പോവുക. ഇതൊരു സ്റ്റഡി നിങ്ങളുടെ മുന്നിൽ ഞാനൊന്ന് നിരത്തിയെന്ന് മാത്രം ഓർത്ത് യൂഷൻ. സാർ, ഏതായാലും നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ ചില കമൻസുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കമൻറ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഒരു ക്വസ്റ്റൻ ആയിട്ട് ഇങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. അതായത് 26,500 എന്നൊരു നിലയിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമ്മൾ പറയും മാർക്കറ്റ് ഓവർ വാല്യുവേഷനാണ്. അതുപോലെ മാർക്കറ്റ് കുറഞ്ഞ് 25,700 പോലുള്ള ലെവലിലോട്ട് വരുമ്പോൾ പറയും മാർക്കറ്റ് ഡെഡായി എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാർ അതൊന്ന് അതിൻ്റെ ഒരു വിശദീകരണം നൽകണം. ഒപ്പം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സുമായിട്ട് ഒരു ചോദ്യമുണ്ട്. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും പെട്ടെന്നൊരു മറുപടി പറയാമോ? ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റൻ ആദ്യം ഉത്തരം പറയാം. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണോ? സംശയമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഏതൊരു റീറ്റെയിൽ ഇൻവെസ്റ്ററിനും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഈവൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യം ടാക്സ് ആണ് എന്നുള്ള കാര്യം. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറയ്ക്കുക എന്ന് പറയുന്നത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറഞ്ഞു എന്നുള്ള ഒരു ന്യൂസ് മാർക്കറ്റിലേക്ക് വരുന്നു വെച്ചോ, ഒരു ഫെബ്രുവരി 1 ഒക്കെ ആകുമ്പോഴത്തേക്കും 2026 ആകുമ്പോഴത്തേക്കും അടുത്ത ബഡ്ജറ്റ് വരുമല്ലോ, തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റിലീഫ് റാലി അതിനകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് ഇപ്പം മാർക്കറ്റ് ഡൗൺ ആവാനുള്ള കാരണം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ, പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കങ്ങനെ അവകാശപ്പെടാം. ഈ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് പ്രശ്നമില്ലല്ലോ. എത്രയോ പേർ പ്രോഫിറ്റ് ഉണ്ടാക്കണം. 100-ൽ പരം കമ്പനികൾക്ക് 30%, 40%, 60% റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ റിട്ടേൺ കിട്ടിയവർ ഒന്നും കാര്യം ഈ ഒന്നാമത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ ക്യാപിറ്റൽ ഗെയിൻസ് ഉള്ളൂ. പ്രോഫിറ്റ് ഉണ്ടാക്കണവർക്ക് ക്യാപിറ്റൽ ഗെയിൻസിന് ബുദ്ധിമുട്ട് വരുന്നില്ല. ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ബുദ്ധിമുട്ട് എങ്ങനെ വരണേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബട്ട് ക്വസ്റ്റ്യൻ വളരെ റിലവൻ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് തീർച്ചയായിട്ടും മാർക്കറ്റ് വെൽക്കം ചെയ്യും. ഒരു റിലീഫ് റാലി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നത് പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നവർക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അത്രയും പേർക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഒരു ഇഷ്യൂ അല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. ഇതൊക്കെ നമുക്ക് ലോസ് കാരണം വരുന്ന ഒരു എന്താ പറയുക, നമുക്ക് വരുന്ന ഒരു വിഷമത്തിൽ നമ്മൾ പറഞ്ഞു പോകാനാണ്. മാർക്കറ്റ് കംപ്ലീറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതൊരു വശത്ത്. രണ്ടാമത് നമ്മുടെ പ്രേക്ഷകൻ ചോദിച്ചത് എന്താണ്, അതായത് മാർക്കറ്റ് കയറുമ്പോൾ നമ്മൾ ഓവർ വാല്യൂഡ് ആണെന്ന് പറയും, മാർക്കറ്റ് താഴെ ഇറക്കുമ്പോൾ അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയും. ഇതിലെന്താ കഥ എന്നല്ലേ ചോദിച്ചത്. ഞാൻ പറയാം, ഒരു ലെവലല്ല ഒരു കാര്യത്തിനെ നിശ്ചയിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം ആരോ വേറൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ചൈനീസ് യുവാനും ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ചൈനീസ് യുവാനും വില കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യെസ്, ചൈനീസ് യുവാൻ വില കുറയുമ്പോൾ ചൈനീസ് യുവാൻ വില കുറഞ്ഞ ആ ലെവലല്ല നോം നിൽക്കുന്നത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മറ്റുള്ള കറൻസീസ് എങ്ങനെ പെരുമാറി എന്നുള്ള. മറ്റുള്ള കറൻസീസ് ഇതിനേക്കാട്ടിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഒരു കാര്യത്തിനെ ഒരു റിലേറ്റീവ് സാധനമായിട്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ള. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ 25,600 26,300 അല്ല നമ്മുടെ ലെവലിൽ പറയുന്നത്. അതായത് അത് നോക്കിയിട്ടല്ല നമ്മൾ മാർക്കറ്റ് വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ,
നിഫ്റ്റി 50യെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതായത് നിഫ്റ്റിയുടെ ലെവലാണല്ലോ ഈ 25,600ഉം 26,300ഉം ഒക്കെ നിഫ്റ്റിയുടെ ലെവൽസ് ആണല്ലോ. ആ നിഫ്റ്റി കമ്പനീസ് എത്ര കമ്പനി ഉണ്ട്? 50 കമ്പനി. ആ 50 കമ്പനിയുടെ ടോട്ടലായിട്ടുള്ള ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ എടുക്കും. സാധാരണ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികളുടെ, അതായത് നിഫ്റ്റി കമ്പനികളുടെ ഏർണിങ്സ് പെർ ഷെയർ 1145 ആണെന്ന് വയ്ക്കുക. ഈ 1145 ആണെങ്കിൽ ഈ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവല് ഏത് PE ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ PE 22.5 എന്ന് പറയുന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു, 22.48. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഏർണിങ്സ് കുറയുകയാണെങ്കിൽ PE ഹൈ ആയിട്ട് കാണിക്കും, ഏർണിങ്സ് കൂടുകയാണെങ്കിൽ PE കുറവായിട്ട് കാണിക്കും. അപ്പോൾ ഏർണിങ്സ് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് PE താഴെ വരികയാണെങ്കിൽ നമ്മൾ പറയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ PE കുറവാണ്, ഇന്ത്യൻ മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയും. ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റി കമ്പനീസിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏർണിങ്സ് ആണ് ഇതിനകത്ത് ഫാക്ടർ. ഏർണിങ്സ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ PE കുറഞ്ഞു വന്നേനെ, ഈ 22.5 എന്ന് പറയുന്നത് കുറഞ്ഞു വന്നേനെ എന്നുള്ള. എന്നാൽ ഏർണിങ്സ് കുറഞ്ഞ് നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഈ PE എന്ന് പറയുന്നത് ഹയർ PE ആണ്. അല്ലാണ്ട് നമ്മളൊരു ലെവൽ നോക്കിയിട്ട് 2,500 ആണോ ഓവർ വാല്യൂഡ് ആണ്, 25,600 ആണോ അല്ല, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ആ നിഫ്റ്റി PE കമ്പനീസ് ത്രോ ചെയ്യുന്ന ഏർണിങ്സ് പെർ ഷെയർ വെച്ചിട്ട് ആ ഏർണിങ്സ് പെർ ഷെയറിൽ നമ്മൾ PE കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ PE ഹൈ ആണോ ലോ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ PE ഹൈ ആണെങ്കിൽ നമ്മൾ ഓവർ വാല്യൂഡ് എന്നും, ആ PE ലോ ആണെങ്കിൽ നിഫ്റ്റി അണ്ടർ വാല്യൂഡ് ആണെന്നും പറയും. അപ്പോൾ ആ അണ്ടർ വാല്യുവേഷനും ഓവർ വാല്യുവേഷനും PE നിശ്ചയിക്കുന്നതിൻ്റെ ഡേറ്റ എന്താണ്, ഫാക്ടർ എന്താണ്? ഈ പറയുന്ന പോലെ ഏർണിങ്സ് പെർ ഷെയർ ആണ്. ഇന്ത്യൻ മാർക്കറ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി 50 കമ്പനീസിൻ്റെ ഏർണിങ്സ് വെറും സിംഗിൾ ഡിജിറ്റിൽ മാത്രമേ ഗ്രോ ചെയ്തിട്ടുള്ളൂ. 3 to 5%, ഒരു 12%, 13%, 14%, 15%ലാണ് ഗ്രോ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന 22.5 PE എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ഏർണിങ്സ് അതിനനുസരിച്ചിട്ട് ഉയർന്നിട്ടില്ല. അതായത് ഇന്ത്യൻ കമ്പനീസിൻ്റെ ഏർണിങ്സ് ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ PE ലെവൽ വെച്ച് നോക്കുമ്പോൾ, ആ EPSന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള PE ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ സപ്പോസ് 25,900 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ PE എന്ന് പറയുന്നത് ഒരു 22.5, 22.7 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ US NVIDIA ട്രേഡ് ചെയ്യുന്നത് ഏതാണ്ട് ഇതേ ലെവലായ 22 PEയിലും 25 PEയിലുമാണ്. പക്ഷേ NVIDIA ഗ്രോ ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജിലാണ്? 50%, 60%ലാണ് NVIDIA ഗ്രോ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ടോട്ടലായിട്ട് ഈ നിഫ്റ്റി 50 കമ്പനീസ് ഗ്രോ ചെയ്യുന്നത് എത്രയാണ്? 3% to 5%. ഓൺ എ റിലേറ്റീവ്ലി ആൻഡ് കമ്പാരിറ്റീവ് ബേസിസ് ഇന്ത്യ ലുക്സ് ഓവർ വാല്യൂ ടു NVIDIA, US സ്റ്റോക്ക് NVIDIA എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ നോക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് 3.5 to 3.55 ആണ് എന്നുള്ളതാണ്. ഡിവിഡൻഡ് ഈൽഡ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നിഫ്റ്റി 50യുടെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1.3% ആണ്. അപ്പോൾ ഈ തരുന്ന പാരാമീറ്റേഴ്സ് നിഫ്റ്റി 50യുടെ ഏർണിങ്സ് പെർ ഷെയർ, അതിന് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന PE, പ്രൈസ് ടു ബുക്ക്, ഡിവിഡൻഡ് ഈൽഡ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ. അല്ലാണ്ട് ഇന്ത്യൻ മാർക്കറ്റ് 26,300 എത്തുമ്പോഴത്തേക്കും നമ്മൾ ഹൈ ആണെന്നും ഓവർ വാല്യൂഡ് ആണെന്നും 25,600 വരുമ്പോൾ അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ള രീതിയിലേ അല്ല, ആ രീതിയിൽ ലെവൽ വെച്ചല്ല നമ്മൾ കണക്കാക്കേണ്ടത്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, അത് തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയും ഓബ്ലിഗേഷനും തന്നെയാണെന്നുള്ളത്. ഈ രീതിയിലാണ് നിങ്ങൾ അതിനെ കാണുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രശ്നം, ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ട് പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്ക് തോന്നാൻ കാര്യം PE ഹൈ ആയിട്ട് കിടക്കുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഏർണിങ്സ് അതിനനുസരിച്ച് ഗ്രോ ചെയ്തില്ല. അപ്പോൾ ഏർണിങ്സിൽ ഒരു ബമ്പപ്പ് വന്നാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ PE കുറയുള്ളൂ, അണ്ടർ വാല്യൂഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ലെവൽസ് അല്ല നമ്മളെ നിശ്ചയിക്കണം എന്നുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു മാത്രം. വിഷ്ണു, ഏതായാലും ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മളോട് ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിക്ഷേപം നടത്തുമ്പോൾ സ്വയം പഠിക്കുക, ഒപ്പം രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ള ഓരോ ഒപ്പീനിയൻസ് കൂടി തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഇതിൽ അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.
Opening hours with MyFin.